നാടനാ? കണ്ടനാ. കണ്ടനാണെങ്കി നിങ്ങൾ ഇതെന്തിനാ എത്ര കാര്യാക്കുന്നത്? പട്ടി ഓടി ചാടി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് കൂടോത്ര ഉറപ്പാ. കല്യാണം മുടക്കാനേ. ഫാത്തിമ എന്തേടി? നെല്ലുള്ളിയാ? അവൾക്ക് നല്ല വിഷമമുണ്ട്. അപ്പൊ തുടങ്ങിയ കരച്ചില്ല. നിങ്ങളിതെന്തോന്നാ പറയണ? ലോകത്ത് ആദ്യമായിട്ടാ പട്ടി കണ്ടി ചാടണ? എന്നെ ഇവിടെ കെട്ടിച്ചോണ്ട് വന്നിട്ട് ഈ കാലത്തിനിടയ്ക്ക് ആദ്യമായിട്ട് ഈ പട്ടിച്ചാട്ടം. എന്നാലും ഇത് ആരായിരിക്കും ഈ അക്രമം ചെയ്തിട്ടുണ്ടാവുക? ലത്തീഫ്, ഷുക്കൂർ, ഷാജി, ഈ 3 പട്ടികളും അറിയാതെ ഇവിടെ ഒരു പട്ടിയും ചാടൂല. എനിക്ക് നാട്ടിലെ സകല പട്ടികളെ സംശയമുണ്ട്. അല്ലടാ മുജേ, അനക്കെ കല്യാണത്തിന് എതിർപ്പൊന്നുമില്ലല്ലോ. എന്തേ പറയണത്? 2 ദിവസം കഴിഞ്ഞ വിളി തുടങ്ങാണ്. ചെല്ല്, ഈ പട്ടീനെ കേട്ടണം, വെള്ളം പറ്റിക്കണം. ചെല് ചെല് ചെല്. എടാ, ഫാത്തിമയ്ക്ക് നിന്നോട് ഇഷ്ടക്കേടൊന്നുമില്ലല്ലോ അല്ലേ? അതല്ലടാ നാസറേ, ഇത്രയും നേരം അവിടെ ഉണ്ടായിട്ടും ഫാത്തിമ പുറത്തേക്കൊന്നും വന്നില്ലല്ലോ. നിന്റെ മുഖം ഒരു നോക്ക് കാണാനോ നിന്നോട് മിണ്ടാനോ? വേറൊന്നല്ലടാ, നിനക്ക് സ്വർണ്ണപ്പല്ലുണ്ട്, JCB ഉണ്ട്, മറ്റേതുണ്ട്, മറിച്ചതുണ്ട്, വിദ്യാഭ്യാസവും. പിന്നെ ഓളെന്താ നമ്മളറിയാത്ത പെണ്ണ ഇപ്പം കാണുന്നതല്ലേ? അതെ, ആരോ ഒരുമാതിരി പട്ടി നോട്ടീസും പിന്നിലാരോ. നോക്ക്, നമ്മളറിയാത്ത പേരെന്തെങ്കിലും ഇടപാടുണ്ടാവൂടാ. എന്താടാ പെരുമാനിന്റെ അവസ്ഥ? ഇങ്ങനെ പോണ്, കുഴപ്പമില്ല. മോളൊരു സാധനം ചേട്ടാ, മോളൊരു സാധനം ഉണ്ടല്ലോ. മോള് ദൈവമാണോ? വേഗം കയറി എടുക്ക്. ചേട്ടൻ കയറി എടുക്കൂലേ? ഞാൻ കയറി തന്നെ. അല്ല കഥ. ഞാൻ കയറടാ. വേണ്ട, നീയൊന്നും പിടിച്ചേ. മോള് മയ്യത്ത്. മോള് മയ്യത്താ. ആറ് വെറുതെ ആളെ മേനക്കെടുത്ത കുട്ടിക്കാ. അതാണ് അബൂബക്കർ ഹാജിരെ പിണങ്ങിപ്പോയ കെട്ടിയോളും മോനും അല്ലേ? എന്താ കൂടും കൊടുക്കെടുത്ത്? എന്തായാലും ആട്ടെ, അതുകൊണ്ട് ഇവിടുത്തെ കച്ചവടം കൂടുന്നില്ലല്ലോ. എന്റെ കുട്ടിക്ക 2 ഭാര്യമാര് വിചാരിച്ചാ ഈ നാട് വരെ കത്തും. പിന്നെ ഞങ്ങളുടെ കച്ചവടം. എന്താടാ? കാണാനില്ല ഇവിടെ. നേരാണല്ലോ, കാക്കക്കെടുപ്പ്. ഇതെന്തും മറിവായം. ഇതൊക്കെ എങ്ങനെ പറ്റി? പെരുമാനിക്കല്ല മാറ്റണ്ട. പെരുമാനി മാറണമെങ്കിൽ ഒരാറ്റം ബോംബിട്ട് രണ്ടാമത് ഒന്നുകൂടെ കെട്ടിയുണ്ടാക്കേണ്ടി വരും. ഇനി ഈ നാട്ടിലേക്ക് കാലെടുത്ത് കുത്തൂലെന്ന് ഉറപ്പിച്ചു പോയതാ. ഇവനെ ഓർത്തിട്ടാ ഉമ്മ തുടങ്ങി. എടാ, ഈ 2 ഉമ്മമാരാട്ടാ. 2നെയും പട്ടിണിക്കിടാത്ത വല്ല ഇടപാട് നോക്കണം. എന്ത് ബന്ധത്തിലാടാ ഓൾ എന്റെ ഉമ്മയാവണത്? ശരി, ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കണത് അന്തിയും തള്ളയല്ലേ? അല്ലടാ ഡാബിയെ, ഇതെന്നോട് വെറുതെ ചൊറിയാൻ വരണ്ട കേട്ടോ. വാപ്പാടെ കയ്യിലിരിപ്പിന് ഇന്റെ മെക്കെട്ട് കയറിട്ട് എന്താ കാര്യം?
ഉമ്മ അവിടെ ചെന്നിട്ട് ഇളാമായിട്ട് അടി ഉണ്ടാക്കാൻ കരുതിട്ടാ. ഇന്റെ മൂക്കിട്ട് തൊണ്ടാ വന്നാ ഞാൻ കിരിക്കിട്ട് തൊണ്ടു പറഞ്ഞേക്കാം. പെരുമാനി തങ്ങളെ കാത്തോളനെ. അയ്യോടാ, രാത്രിത്തേക്കുള്ള മീൻ മേടിക്കാൻ പറഞ്ഞു വിട്ടതാണമ്മ. അല്ലെങ്കിൽ പാത്രത്തിന്റെ വക്ക് അടിച്ചു കൂട്ടേണ്ടി വരും. ഞാൻ പോയിട്ടേ പിന്നെ വരാം. എടാ നീ പോവില്ല, ഞാനും വരുന്നുണ്ട്. ഞാനേ ഒന്ന് ഇവന്റെ കൂടെ പോയി കറങ്ങിട്ട് വരാം. എന്തെങ്കിലും രണ്ടുപേരില്ലേ, എന്തേലൊക്കെ മിണ്ടി പറഞ്ഞിരിക്കാം അല്ലേ അമ്മ? നിന്നോട് പറഞ്ഞു പോവല്ലേ. മാപ്പുണ്ടാക്കിയ ഓരോരോ പുകിലുകള്. ഇയാളൊന്ന് ബസ്സിന്റെ മേലെ ഉണ്ടായിരുന്നു. ഇതെന്താ അവിടെ? ഞാനും ഇപ്പൊ ആദ്യമായിട്ടാ കാണുന്നത്. ബായ് ബായ്. വിളിക്കണ്ടാ, മേത്ത് കയറും. അല്ല എന്നാലേ ഞങ്ങള് വിളി തുടങ്ങിയാലോന്ന് ആലോചിക്കാം. ആയത്തിലോട് ഗോവാലേട്ടർ കൊടുത്തേക്ക്. ഒപ്പര് വിളിയോട് വിളിയാ. പിന്നെ അവിടെ ഒരു ബായിയെ കിണർ കെട്ടി അലമ്പായി കൊണ്ടിരിക്കുക. ഇന്ന് പോയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. അനക്കാകുമ്പോ ഇന്ത്യയൊക്കെ അറിയാലോ. അവനെന്തോ ഒരു വശപശക്കുണ്ട്. ഈ ഒന്ന് നോട്ടം വെച്ച് കാല് താഴ്ത്തിട്ടേക്കട പട്ടി. എന്റെ പെണ്ണുങ്ങളുള്ള വീടായത്. ഈ ബംഗാളിൽ എന്റെ കല്യാണം മുടക്കാനല്ലട വന്ന്. അതൊക്കെ മലയാളം എഴുതാൻ അറിയോ? ഈ അല്ലടാ നോട്ടീസ് ഒട്ടിച്ച നാസർക്ക. എല്ലാം തുറന്നു പറയുന്നതിന് ശേഷം എന്താ നാസർക്ക? ഒന്നും മനസ്സിലാത്ത പോലെ. ആരാ നോട്ടീസ് ഒട്ടിച്ചത്? നോട്ടീസ് ആയത്? എന്തിനാ അഭിനയോ? അഭിനയ? എന്തിനാ സെൽഫി എടുത്ത? സെൽഫിയാ? ഒന്നും അറിയാത്ത പോലെ നോട്ടീസ് ബോർഡില്. അത് വെറുതെ ഒരു വെറുതെ എടുക്കാൻ. പെരുമാനിൽ എന്തോരം പാടോ കൊള്ളോ കൊക്കോ ഒക്കെ ഉണ്ട്. എന്തിനാ നോട്ടീസ് ബോർഡ്? അതെ, അടുപ്പത്ത് പാലിരിപ്പുണ്ട്. ഞാനൊന്ന് അങ്ങോട്ട് പോ. ഫാത്തിമ, നമ്മള് പറഞ്ഞു കഴിഞ്ഞില്ല. എന്തിനാ തുമ്മിയെ? തും ക്യൂ തുമ്മിയെ? കമീന.
എന്താടാ ചാനിറങ്ങിയതാ? അല്ലക്കാ ഞങ്ങള് ജീവിക്കാനാ. ഏതാണ്ട് വേദം പറയുന്നു. എന്നെ മനസ്സിലായില്ലേ? ഞാൻ അബൂക്കറാജിലെ. എന്താ ഇവിടെ? ഞങ്ങള് പെയിന്റ് അടിക്കാൻ. പെയിന്റ് അടിക്കാനാ? ഇവിടെയാ? എന്തിന്? കല്യാണത്തിന് പെയിന്റ് അടിക്കാനാ. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞ ഈ എന്ന നാട്ടിലേക്ക് വന്നേ? ഞാൻ എന്തൊക്കെയാ പെയിന്റ് അടിന്ന് കഴിയൂലേ? അതെങ്ങനെയാ? അപ്പൊ ഇയൊക്കെ കുറച്ച് ദിവസം ഉണ്ടാവും ഇവിടെ അല്ലേ? കുറച്ച് ദിവസം കാണാം. ഓഹോ വാ ഡി ഇത് നോക്കിയാ വില കുറഞ്ഞ കളറും എല്ലാം കാണിച്ചു കൊടുക്കുക ചെല്ല്. ഈ പെണ്ണിനെന്താ കൂടോത്രം ഫലിച്ചാ? ഇടേ എഴുന്നേറ്റ് കളറ് കാണിച്ചു കൊടുക്കാൻ. ആ കൊടുക്കമ്മ. തങ്ങളെ എന്നിട്ട് ചെല്ല് കളറ് കാണിച്ചു കൊടു. ആരടാ? ഞാനടാ. ഏത് ഞാൻ? പെരുമാണിത്തങ്ങള്. തങ്ങളുടെ മോന്റെ ഒന്ന് കാണിച്ചേ. കണ്ടു. എന്റെ തങ്ങളെ അഭി നീയാ? നീ എന്താ ഇവിടെ? പെയിന്റ് അടിക്കാൻ. നീയാ? ഇവിടെയാ? പിന്നെ ആടാ ഞാൻ അപ്പുറത്തോട്ട് വരാം. എന്നാലും നീ എപ്പോഴാടാ പെരുമാണിക്ക് വന്നേ? ഞാനടാ നിന്റെ കല്യാണം എന്ന് പറഞ്ഞപ്പോ ഞാൻ ഞെട്ടിപ്പോയിട്ടാ. പിന്നെ നാസർക്കായ കണ്ടായിരുന്നേ. എന്നാലും ഭീകര സർപ്രൈസ് ആയി പോയിട്ടാ. പെയിന്റ് അടിയും പാട്ടൊക്കെ പെണ്ണുങ്ങൾക്ക് വലിയ ഇഷ്ടം. പെയിന്റ് അടിച്ചോണ്ട് പാട്ടും പാടും. വീടിനകത്ത് ഭിത്തിയിലടിക്കാൻ വീടിന്റെ അകത്തും കയറൂലേ? പേടിക്കണ്ട, ഉമ്മ ഉണ്ടല്ലോ. ഉമ്മെങ്ങാനും കുളിക്കാൻ കയറിയാലോ? രണ്ടും മുറിന്റെ അകത്ത് ഒറ്റക്കാവൂലേ? അല്ല ഇപ്പൊ ഉമ്മ വന്നിട്ടുണ്ടോ? ഉമ്മ ഇല്ലാണ്ട് പിന്നെ തങ്ങളെ രണ്ടും കൂടെ എങ്ങനെ? രണ്ടും അടുക്കണില്ല, എന്നാലും സോപ്പിട്ട ഞാൻ വീഴ്ത്തും. അതൊക്കെ രസാ. അതെ ഇത് നോക്കിയാ ഇതിലൊരു കളർ സെലക്ട് ചെയ്തേ. ഓഫ്, നിങ്ങളെ പെരുമാനിക്കണ്ട എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല കേട്ടാ. അതൊന്നും കുഴപ്പമില്ല, ഈ ഒന്ന് നോക്കി സെലക്ട് ചെയ്തതാ. ഇത് നിന്റെ റൂമല്ലേ? ഞാൻ സെറ്റ് ചെയ്ത് തരാം. അഭി പക്ഷെ അധികം ചെലവൊന്നും വരില്ല കേട്ടാ. ഈ പെയിന്റ് അടി മൊത്തം എന്റെ കാശിനാ. ഇതിന് മാത്രം ആശ കൊടുന്നാടേ. ആടും കോഴിയൊക്കെ ഉണ്ടടാ. അല്ല നിന്റെ കല്യാണൊക്കെ എന്തായി? കല്യാണോ? എന്റെയോ? ഒന്ന് പോടുന്നു. എന്താടാ കല്യാണം കഴിക്കേ, പക്ഷെ പെരുമാനി തന്നെ മതി കേട്ടാ. അതെ, വീടൊന്ന് കുടുംബാവട്ടെ, എന്നിട്ട് മതി കല്യാണവും മേളവും ഒക്കെ. എന്നാലും എന്റെ കല്യാണത്തിന് പെയിന്റ് അടിക്കാൻ നീയേ. എടാ നീ ഇങ്ങനെ പേടിക്കാൻ മാത്രമൊന്നും ഉണ്ടാവില്ല, ചെറിയൊരു കളിയും ചിരിയും അത് നമുക്ക് കണ്ടില്ല നിൽക്കാം. ഒന്ന് ചിരിക്കാനും കളിക്കാനും പെരുമാനിയിൽ എന്തോരം പെണ്ണുങ്ങളുണ്ട്. ഈ അവസാന സമയത്ത് എവിടെ നിന്ന് പറന്നിറങ്ങിയടേ നായിന്റെ മോൻ. നല്ല കാര്യപ്രാപ്തി ഉള്ളവനാ. എത്ര നാളായിട്ടുള്ള വണ്ടി ഇടപാടാ. 100% അവരെ വിശ്വസിക്കാം. പിന്നെ കുറച്ച് എടുത്തിയാട്ടുണ്ടെന്നേ ഉള്ളൂ. അതുപോലെ ചില സംശയങ്ങൾ അവിടെ തീരണില്ല. ഒരു കണക്കിന്
എല്ലാത്തൊക്കെ ഞാനാടാ ഈ ലോകത്തുള്ളത്. ഇന്നത്തെ കാലത്ത് കള്ളുകുടിയോ വീഡിയോയില്ലാത്ത ചെക്കന്മാരെ കണ്ടുകിട്ടുണ്ടോ? പോരാത്ത ഇനി വായി 4 സ്വർണ്ണ